അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കഴിഞ്ഞ ദിവസം വി എസ് സുനിൽകുമാർ പറയുകയായിരുന്നു, ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായാണ്, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മത്സരമാണ് എങ്കിലും ബി ജെ പിയെ എതിർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രധാനപ്പെട്ട അജണ്ട എങ്കിലും സംസ്ഥാനത്ത് നടക്കുന്ന മത്സരം കോൺഗ്രസും സി പി എമ്മുമായുള്ളതാണോ അതോ ബി ജെ പി തന്നെയാണോ നിങ്ങളുടെ എതിർ നിൽക്കുന്നവർ? കേരളത്തിന്റെ ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ സാഹചര്യം നമുക്കറിയാലോ. 1982 മുതൽ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണ്. LDF ഉം UDF ഉം ശക്തമായിട്ടുള്ള മുന്നണി തന്നെയാണ് കേരളത്തിലുള്ളത്. BJP പല മണ്ഡലങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15% വോട്ട്, ഏകദേശം 14.75% വോട്ട് BJP നേടിയിരുന്നു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ 3-3.5% വോട്ട് അവർക്ക് കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് വലിയ ചലനമൊന്നും എത്ര തവണ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചാലും, എത്ര ഭാരത് അരി കൊണ്ടുവന്ന് വിതരണം ചെയ്താലും, അതുപോലെ തന്നെ കേരളത്തിലെ ജനാധിപത്യ ഗവൺമെൻറ് തകർക്കാൻ എത്ര ഗൂഢാലോചന നടത്തിയാലും, എത്ര നുണപ്രചരണം നടത്തിയാലും BJPക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിൽ ഏതായാലും പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും തന്നെയാണ്. CPM-നെ LDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ആദ്യം മുന്നണി ചർച്ച പൂർത്തീകരിച്ചു. മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം വിശ്വാസത്തിലെടുത്ത് സീറ്റിൻ്റെ ഘടന പ്രഖ്യാപിച്ചു. അതിനുശേഷം ഏറ്റവും ആദ്യം കോട്ടയം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മാണി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് CPI സ്ഥാനാർത്ഥി 4 സ്ഥാനാർത്ഥിമാരെ CPIയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി പ്രഖ്യാപിച്ചു. അതിനുശേഷം CPM ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു 1.5 ആഴ്ച മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ പുറത്തു വന്നതാണ്. ഇന്നൊക്കെ ആളുകളായിരിക്കും എന്ന രൂപത്തിൽ. അത് കർഷക മുന്നണിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ ആ പാനലിലുണ്ട്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. മഹിളാ പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലെ നേതാക്കന്മാരുണ്ട്. യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റുണ്ട്. അതുപോലെ മുൻ MP-മാരായി ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചവരുണ്ട്. മുൻ മന്ത്രിമാരായി തിളങ്ങുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചവരുണ്ട്. നിലവിലെ മന്ത്രിയുണ്ട്. പ്രവർത്തനം അല്ല, അതിൽ അബിൻ പറഞ്ഞ ആ വാചകം ഒരർത്ഥമില്ല. നിങ്ങളൊക്കെ മത്സരിപ്പിക്കുന്നത് വെറും സ്ഥാനാർത്ഥികളെയാണ്, ഞങ്ങൾ MP-മാരെയാണ് മത്സരിപ്പിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് വന്നാൽ സ്ഥാനാർത്ഥികളെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. എല്ലാവരും ജയിക്കാനായിട്ട് മത്സരിക്കുമ്പോഴും MP-മാരായി മത്സരിക്കുന്ന ആരുമൊന്നുമില്ല. പിന്നെ ആർഭാടത്തിന് പറയാം, അത് ആങ്കർ ഏറ്റുപിടിക്കേണ്ട. മത്സരിക്കുന്നത് നിലവിൽ MP ആണെങ്കിലും ആ MP സ്ഥാനം മാറ്റിവെച്ച് സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ സ്ഥാനാർത്ഥി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതൊക്കെ ആർഭാടത്തിന് വേണ്ടി പറയുന്നത്. കാരണം അങ്ങ് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വലിയ പ്രതിസന്ധിയിൽ തന്നെ UDF മുന്നോട്ട് പോവുകയാണ്. ഒറ്റ കാര്യം, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമെല്ലാം കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വച്ചപ്പോൾ ആ കുടുംബം കൂടിയിരുന്ന വട്ടമേശയായിട്ടിരുന്ന് തീരുമാനിച്ചാൽ മതി. ആ ഒരു സാഹചര്യത്തിൽ ആദ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചു. അത് ഞങ്ങൾക്ക് വലിയ നേട്ടമായി. എന്നെല്ലാം വലിയ ഗീർവാണം വിട്ടുകൊണ്ടിരുന്നവർ ഇപ്പോൾ പോലും മുന്നണി ചർച്ച പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ വലിയ സംഘർഷ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു. പരസ്പരം അടുത്തിരുന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ UDF അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പുതുതായിട്ട് ആരെയും അവർക്ക് മത്സരിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നിലവിലുള്ള MP-മാരെന്ന് പറഞ്ഞാൽ അവരിലും പലർക്കും മത്സരിക്കാൻ താല്പര്യമില്ലാതെ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് വലിയ സംഘർഷ സാധ്യതയിലേക്ക് പോകുന്നു. കാരണം അവരുടെ ഇപ്പൊ നടക്കുന്ന സമരാഗ്നിയൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും അഗ്നി ആളിക്കത്തും. ആ ഒരു പ്രതിസന്ധി ഘട്ടം കേരളം കാണാൻ പോകുന്നതുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ബഹുദൂരം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി ഞങ്ങൾ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. ഓക്കെ.